ബോസ് നമ്മൾ എന്തിനാ അവിടെ നിൽക്കുന്നത് ബോസ്? ഞാൻ പറയാം, എല്ലാം പറയാം. അതാ കണ്ടില്ലേ, അവൻ ഒരു വാൾ ക്ലൈമർ ആണ്. എത്ര വലിയ ചുമരായാലും അവനെ കൊണ്ട് കയറാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ അവൻ നമ്മളെ കാണാൻ എങ്ങനെയാ വരുന്നെന്ന്? വാടാ മോനെ. ബോസ് ബോസ് ലിഫ്റ്റും ഉണ്ട്, ഇവിടെ സ്റ്റെയർ കേസും ഉണ്ട്. പിന്നെ എന്തിനാ ചുമരിൽ കൂടെ പൂച്ചയെ പോലെ കയറി വരുന്നത് ബോസ്? വരൂ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാം. കണ്ടില്ലേ ഈ ടവർ നോക്കൂ, ഇതൊരു വലിയ ടവറാണ്. ഇതിനു മുമ്പ് ഇതൊരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴോ രാജാ മാൻസിംഗ് തന്റെ നിധിപ്പെട്ടിയെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ട്? മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്സിന്റെ അടുത്തായി അവർ ചുമർ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴി കൂടെ ആർക്കും മുകളിലേക്ക് പോവാൻ കഴിയില്ല, അത് മോഷ്ടിക്കാനും കഴിയില്ല. പക്ഷേ ബോസ്, അവിടെ ഗട്ടു ബട്ടു ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ കാവൽക്കാരുണ്ട്, അത് മറക്കണ്ട. ശരിയാണ്, നീ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഇപ്പൊ നമ്മുടെ വാൾ ക്ലൈമർ ഈ ചുമരിൽ കൂടി മുകളിൽ കയറി അകത്ത് കടക്കാൻ പോവാണ്. ഇവിടെ ഉള്ള നിധിപ്പെട്ടി കൊണ്ടുവന്ന് ഈ ഷേർ സിംഗിന്റെ അടുത്ത് തരാൻ പോവാണ്. പിന്നെ ഇൻസ്പെക്ടർ മൻമാനി, ഗട്ടു ബട്ടു ഇവരാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്ലാൻ എങ്ങനെ? ബോസ്, ഇത് അത്ഭുതകരമായ പ്ലാനാണ്. ഇത് നല്ല പ്ലാൻ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വാൾ ക്ലൈമർ ഇല്ലാതെ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവില്ല. നമുക്ക് ഇപ്പൊ അവൻ വളരെ പ്രധാനപ്പെട്ടവനായിരിക്കുന്നു. കണ്ണാടി പൊട്ടിച്ച് അവൻ അകത്തേക്ക് വന്നതിന് ശേഷം അവനെ സന്തോഷിപ്പിക്കാനായി മുകളിലേക്കും താഴേക്കും അവനെ പൊക്കി സന്തോഷിപ്പിക്കണം. മനസ്സിലായോ? സന്തോഷത്തിൽ അവൻ സ്തംഭിച്ചു പോകണം. ഓക്കേ ബോസ്, ഞങ്ങൾ അവനെ മുകളിലേക്ക് എറിഞ്ഞെറിഞ്ഞ് സ്വാഗതം ചെയ്യാം ബോസ്. വെൽക്കം വാൾ ക്ലൈമർ, വെൽക്കം. നിങ്ങൾക്ക് എന്റെ സ്വാഗതം. നമസ്കാരം. ഞങ്ങൾ നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്യണം. എന്താ ചെയ്യുന്നത്? അവനെ വിടടാ. ബോസ് നിങ്ങളല്ലേ പറഞ്ഞ് വാൾ ക്ലൈംബർ വന്നതിന് ശേഷം അവരെ മുകളിലേക്ക് ഉയർത്തി സ്വാഗതം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തത് ബോസ്. അടാ മണ്ടന്മാരെ, കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കേ. ഞാൻ അവനെ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ഇടറാന്ന് പറഞ്ഞ നിങ്ങൾ ഉടനെ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ഇടുവോ? വേണ്ട. തീർച്ചയായും ബോസ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. സോറി വാൾ ക്ലൈംബർ, വെരി സോറി. ഈ മണ്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ട്രെയിനിങ്ങിന് എല്ലാവരും റെഡിയാണോ? മൈൻഡിൽ വെച്ചോളൂ, ശത്രുക്കളോട് എപ്പോ ഫൈറ്റ് ചെയ്താലും അവരുടെ കണ്ണിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മാറിയ പിന്നെ ഷേപ്പ് മാറും മോനെ. വാൾ ക്ലൈംബർ, അതാ കണ്ടില്ലേ, അതാണ് ഗട്ടു ബട്ടു. നീ ചെയ്യാൻ പോകുന്ന പണിക്ക് ശല്യമായി ഇരിക്കാൻ പോകുന്നത് ഇവർ മാത്രമായിരിക്കും. അതുകൊണ്ട് അവരുടെ മുഖം നീ മനസ്സിൽ നന്നായി പതിപ്പിച്ചോ, മനസ്സിലായോ? ഇവരുടെ മുഖം ഇപ്പൊ എന്റെ മനസ്സിൽ നന്നായിട്ട് പതിങ്ങിട്ടുണ്ട്. പക്ഷെ നീയും നിന്റെ ആൾക്കാർക്കൊക്കെ കുറച്ച് കുൻഫു ഒക്കെ ട്രെയിനിങ് കൊടുക്ക്. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു താങ്ങായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഷെയർ സിംഗ് ഇങ്ങനത്തെ മോഷണങ്ങളിലൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. വാൾ ക്ലൈംബർ പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ രണ്ടുപേരും കുംഫു പഠിക്കേ, അല്ലെങ്കിൽ തിന്ന് വീർത്ത് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. സൂപ്പർ. ഗട്ടു, നീ കുറച്ചു നേരത്തേക്ക് റിലാക്സ്. ഇനി ബട്ടു പറഞ്ഞു കൊടുക്കാം. തീർന്നു. ഞാൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. എങ്ങനെയുണ്ട് ഗട്ടു? എല്ലാരും കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ കണ്ണ് മൂടിക്കൊണ്ട് ചെയ്യാണ്, കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാണേണ്ടവർ കണ്ട് പഠിച്ചോളൂ. ഇപ്പൊ ഞാൻ ചെയ്ത് നോക്ക്. ഗട്ടു, വാ, പെട്ടെന്ന് വാ. ഇവൻ നിർത്തുന്ന ലക്ഷണമല്ലല്ലോ. ഗട്ടു, നീ എവിടെയാ? കണ്ടില്ലേ ഞാൻ എത്ര വേഗത്തില് ഈ കമ്പ് കറക്കിയെന്ന്? ഇതെങ്ങനെയുണ്ടെന്ന് അറിയോ? ഞാൻ ഈ കറക്കുന്ന വേഗത്തില് ശത്രുക്കള് കരയുന്ന പോലെയുണ്ട്. പക്ഷേ ഗട്ടു എവിടെ പോയി? ഗട്ടു, നീ എവിടെയാ?
എന്റെ അമ്മ, നീ ശത്രുക്കളെയല്ല എന്നെയാണ് അടിച്ചു വീഴ്ത്തിയത്. ബട്ടു, നീ ഡിറ്റക്റ്റീവായിട്ട് മാത്രം ഇരുന്നാ മതി. കുൻഫു ഞാൻ ചെയ്തോളാം. ഷെർസിംഗ്, നമുക്ക് ഇവിടുന്ന് പോകാം. അല്ലെങ്കിൽ ആ വില കൂടിയ വസ്തു നമുക്ക് മോഷ്ടിക്കാൻ പറ്റിയില്ലാന്ന് വരും. എന്റെ നടുപോയ നിന്റെ ആൾക്കാരൊക്കെ വളരെ ബുദ്ധിശാലിയാണല്ലേ. താങ്ക് യു സർ, താങ്ക് യു. എടാ മണ്ടന്മാരെ ഒന്ന് മിണ്ടാണ്ടിരി. ഇവൻ നിങ്ങളെ പ്രശംസിക്കല്ല, വഴക്ക് പറയാടാ. എവിടെ പോയാലും നിങ്ങൾ എന്നെ നാണം കെടുത്താണല്ലോടാ. എടാ, നിങ്ങൾ കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് അതിൽ നീന്തി പഠിക്കാമെന്ന് വിചാരിക്കല്ലേടാ മണ്ടന്മാരെ. ഓക്കേ, ബോസ്. ആദ്യം ഞാനാ നീന്തുന്നത്. ഇപ്പൊ നോക്കിക്കോ ഞാൻ എങ്ങനെ നീന്താ പോകുന്നെന്ന്. ഞാനൊന്ന് ഡൈവ് അടിച്ചോട്ടെ ബോസ്. നിങ്ങളെ രണ്ടുപേരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടിയില്ല. അവിടെ നിൽക്കേ. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്നത്? മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണല്ലേ? ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഓടിയാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ഓഫീസർ, നിങ്ങളുടെ ചായ ഒന്ന് അരിപ്പിച്ചിട്ട് കുടിച്ചൂടെ? അത് വലിയ സുഖമില്ലെന്നേ. ഇവിടുത്തെ ഖജാന എങ്ങാനും മോഷണം പോയാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഓ നോ കേട്ടു, എന്റെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെയോ? ഇവിടെ എവിടെ? ഓ, നിന്റെ സിക്സ്ത് സെൻസ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ പ്രശ്നം ഇവിടെയല്ല, മുകളിലാണ്. അങ്ങോട്ട് നോക്ക്. ഹേയ്, ഈ ബട്ടു ഒരിക്കലും കള്ളന്മാരെ വെറുതെ വിടില്ല. ബട്ടു, നീ എങ്ങനെയാണ് ഇങ്ങനെ കേറി പോകുന്നത്? എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞതാ. എന്ത് കേറിപ്പോയെന്നാ? വേണ്ട. എന്റെ ബട്ടു, നിനക്ക് വീഴാൻ കണ്ടത് എന്റെ ദേഹത്തോട്ടാണോടാ? എന്റെ നടു പോയല്ലോ. എന്താ സാറേ ഇത്? കറക്റ്റായിട്ട് ചാടുന്നിടത്താണോ വന്ന് നിൽക്കുക? മൻമാനി സാറ് മിക്കവാറും ഫയർ സ്റ്റേഷനിൽ വിളിക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ ഏണി ഉപയോഗിച്ചാലേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്ത്? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പിടിച്ച് ജയിലിൽ അടയ്ക്കും. മനസ്സിലാക്കിക്കോ. ഡോണ്ട് വെരി. നമുക്ക് ആദ്യം അകത്ത് പോയിട്ട് ഖജാനെ രക്ഷിക്കണം. ഇയാളെ പിന്നെ നോക്കാം. പോയവൻ വന്ന വഴി തന്നെ വരേണ്ടി വരും. അപ്പൊ നമുക്ക് അവനെ പിടിക്കാം. അല്ല, ഖജാന എവിടെ? ഓ, ഇവിടെ ഉണ്ടല്ലേ. എല്ലാം ബാഗിലേക്ക് മാറ്റണം. അതിനു മുൻപ് ഇതിപ്പോ നമുക്ക് കാറ്റത്ത് പറത്താം. അവർ വിചാരിച്ചോളൂ ഞാൻ ആ കാറ്റത്ത് പറക്കുന്നേന്ന്. ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ അവര് പോയിക്കോളും. ബൈ ബൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ. അങ്ങോട്ട് നോക്ക്, അവൻ പറന്നു പോകുന്നു. എടാ, അവിടെ നിൽക്കേ. എന്റെ കാലിന് നീളം കൂടുതലാണ്. ഞാൻ നിന്നെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചമ്മക് സിംഗ്, വണ്ടി എടുക്ക, നമുക്ക് പോകാം. എനിക്ക് ചായ വേണ്ട, ജീപ്പ് എടുക്ക. സാറേ, ഞാനിപ്പോ വരാം. വേഗം എടുക്ക, വേഗം. എന്റെ പ്ലാൻ വർക്കൗട്ടായി. എനിക്ക് മനസ്സിലാവാത്തത് ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെ പറന്നു പോകുന്നത്. ഭട്ടു, നിർത്ത്. എങ്ങനുണ്ട് നമ്മുടെ ബ്രേക്ക്? ഇങ്ങനെ നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ശരി, ബാ, നമുക്ക് തിരിച്ചു പോവാം. അയാൾ ഇങ്ങനെ പറന്നു പോകാൻ പറ്റുന്ന ആളായിരുന്നെങ്കിൽ നേരത്തെ എന്തിനാണ് കേറിപ്പോയത്? എന്തായാലും വാൾ ക്ലൈംബ് ചെയ്ത ആളല്ലേ. എനിക്ക് തോന്നുന്നത് അയാൾ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. നമുക്ക് അവിടെ പോവാം. അയാൾ അവിടെ ഉണ്ടാവും. വേഗം പോയി പിടിക്കാം. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ അയാളെ. ദേ പോകുന്നു. ഫോളോ ചെയ്യൂ ബട്ടു.
ഉടനെ തന്നെ ഫോളോ ചെയ്യാം. ഞാനും വരുന്നു. എന്താ ഇത് ബട്ടോ? ബട്ടോ ഞാൻ കേറിയില്ല. കട്ടു, ഫ്രണ്ട്ലി സീറ്റുള്ളപ്പോ നീ എന്തിനാ പുറകിന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത്? കാരണം ഞാൻ ഇവിടെ പുറകിലാണ് ഉള്ളത്. ഞാൻ തൂങ്ങിക്കൊണ്ട് വരികയാണ്. എന്റെ ഈശ്വരാ, ഗട്ടു, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥയോ? എന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. നീ വിഷമിക്കണ്ട ഗട്ടു, ഞാനിതാ വരുന്നു. നിനക്ക് വേണ്ടി ഞാനിത് എത്തി. ബട്ടു, നീ എന്തിനാണ് സ്റ്റിയറിംഗ് വിട്ട് കളഞ്ഞത്? ജീപ്പ് എവിടെങ്കിലും പോയി ഗട്ടു, ഇടിക്കില്ലേ? നീ എന്റെ സുഹൃത്തിനേക്കാളും വലുതുമാണ്. എനിക്ക് ജീപ്പല്ല ഇമ്പോർട്ടന്റ്, നീയാണ് ഇമ്പോർട്ടന്റ്. കയ്യിതാ. ഓടിക്കുന്നേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ബട്ടു, നീ എത്രയും പെട്ടെന്ന് പോയി ആ സ്റ്റിയറിംഗ് പിടിച്ച് കൺട്രോളിലാക്ക്. ഞാൻ എങ്ങനെയെങ്കിലും കേറിക്കോളാം. ശരിയാ, കൈതാ. വേഗം വേഗം. അമ്മോ, ഈ ഹെൽമെറ്റിന് വന്ന് വീഴാൻ കണ്ട സമയം ഒന്നും കാണാനും പറ്റുന്നില്ലല്ലോ. ഗട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ സ്റ്റിയറിംഗ് വീല് വിടാതിരിക്കെ. ഹെൽമെറ്റ് ഊരാൻ വേണ്ടി നീ ശ്രമിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ഊരി തരാം. ഗട്ടു, നിനക്കൊരു കുഴപ്പമില്ലല്ലോ? പിന്നെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിനക്ക് ഹെൽമെറ്റ് എടുത്ത് മാറ്റാനോ? വെറുതെ ഇവിടെ കുത്തിരിക്കല്ലേ? ഇവിടെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ബട്ടു, നീ ഇപ്പൊ പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കല്ലേ. നീ നിന്റെ ഡ്രൈവിംഗിൽ മാത്രം ഫോക്കസ് ചെയ്യ്, അല്ലെങ്കിൽ ഷേർ സിംഗ് ഓടിക്കളയും. ബട്ടു, നിന്റെ ഹെൽമെറ്റ് ഞാൻ ഊരി തരാം. ഓക്കെ ഗട്ടു, നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് വലിയ വിപരീതമായി മാറും. അവിടെ കണ്ടില്ലേ? ഞാൻ ഷോർട്ട് കട്ടിൽ പോവാം. ലെഫ്റ്റ്. കട്ടു, ബട്ടു, നിങ്ങളുടെ സെക്യൂരിറ്റി ഏജൻസികൾ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും? ആ നിസ്സാര പൈസക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആ രാജാവിന്റെ അടുത്ത് ഒരുപാട് നിധിയുണ്ട്. അത് നമുക്ക് പകുതി പകുതിയായി പങ്കുവെക്കാം. പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു ജോലിയും ചെയ്യണ്ട, സുഖമായി ജീവിക്കാം. എന്ത് പറയുന്നു? ഷേർ സിംഗ്, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ ഒരിക്കലും കൂടാറില്ല. പറഞ്ഞ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ഞാനാണ് ഒരു കൂട്ടത്തിന് നേതാവായി ഇരിക്കുന്നവനായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമാൻ. അങ്ങനെയാണോ? അപ്പൊ പിന്നെ ഇതൊന്ന് പിടിച്ചേ. ഇത് സൂക്ഷിച്ചോണം കേട്ടല്ലോ. ഓക്കേ ഓക്കേ. ബട്ടു, പ്രൊഫസറിനെ വിളിച്ചിട്ട് പറയ എത്രയും പെട്ടെന്ന് വാൾ ക്ലൈംബിങ്ങിന്റെ ഗാഡ്ജറ്റ് എടുത്തോണ്ട് വരാൻ. ഓക്കെ കട്ടു. ഫൈറ്റ് ചെയ്യടാ. കട്ടുനോട് പറയേ, വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഈ ഷേർ സിംഗ് എന്ന്. എല്ലാവരും അവിടെ അല്ല, ഇപ്പൊ എന്താ പറ്റിയത്? എന്ത് പറ്റി? അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? അടക്കടാ മണ്ട. അല്ല, ഞാൻ ഈ ക്യാരറ്റ് എന്തിനാ കയ്യിൽ പിടിച്ചിരിക്കുന്ന? കട്ടു എന്നെ മണ്ടനാക്കി. എടാ കട്ടു, ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. എടാ, നോക്കി നിൽക്കാതെ ഫൈറ്റ് ചെയ്യടാ. അവിടെ നിൽക്ക്. 3 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. അതെ
പെട്ടെന്ന് പെട്ടെന്ന് അതേ വാൾ ക്ലൈംബിംഗ് ഗാഡ്ജറ്റ് തന്നെയാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ ഇത് ചോദിക്കുക? ഗട്ടു ഇവിടെ നോക്ക്. ഗട്ടു പെട്ടെന്ന് തന്നെ ഈ ഷൂസും ഗ്ലൗസും നീ ഇടേണ്ടതാണ്. എന്നാലേ നിനക്ക് വോൾ ക്ലൈംബിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം നിങ്ങൾ ഇപ്പൊ കണ്ടോളൂ. ഗട്ടു നീ പുറപ്പെട്ടോളൂ. ബട്ടു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ബൈ ബൈ ഗട്ടു കൂട്ടുകാരാ. ഗട്ടു എന്നാ വെള്ളം. താങ്ക് യു. ഗട്ടു വെള്ളം ഒഴിച്ചാ അവന് ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വാ നമുക്ക് ഇനിയും കുറെ വെള്ളം ഒഴിക്കാം. മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ. നിയമത്തിന്റെ മുന്നിൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. എന്റെ പേരാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്. മൻമാനി സാറേ, ഇന്നാ പിടിച്ചോ രാജാവിന്റെ ഖജനാവും ഇന്നാ നിങ്ങളുടെ കള്ളനും. വാൾ ക്ലൈംബർ. വാൾ ക്ലൈംബർ സാറേ, ഇനി നീ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ജയിലിനകത്തുള്ള ചുവരുകളിലൊക്കെ കയറി എല്ലാം വൃത്തിയാക്കണം.